അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 9ാമത്തെ പാഠം അദ്ദർസു താസിഅ യുരീദു ബിക്കുമുൽ യുസ്റ. ഉമ്മ വന്നു. വലിയുപ്പയുടെ മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും ഖിബിലയിലേക്ക് ചെരിച്ചു കിടത്തി. വലിയുപ്പ നിസ്കാരം തുടങ്ങി. ഫാത്തിഹയും സൂറത്തും ഓതി. തല അല്പം താഴ്ത്തി റുക്കൂഅ് ചെയ്തു. തല കുറച്ചുകൂടി താഴ്ത്തി സുജൂദ് ചെയ്തു. ഇരുന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെ റുക്കൂഅ് ചെയ്യും? ജസീൽ ഉസ്താദിനോട് സംശയമുന്നയിച്ചു. മിടുക്കൻ ഉസ്താദ് അവനെ അഭിനന്ദിച്ചു. കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂഅ് ആകും, ഉസ്താദ് പറഞ്ഞു. എന്തിനാണ് ഇരുന്ന് നിസ്കരിക്കുന്നത്? റംല ചോദിച്ചു. ഉസ്താദ്, നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ ഇരുന്ന് നിസ്കരിക്കണം. അതിന് കഴിയാത്തവർ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. അതിനും കഴിയാത്തവർ മലർന്നു കിടന്ന് റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും സന്ദർഭങ്ങളിൽ കഴിയും വിധം തലകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. അതിനും കഴിയാത്തവർ നിസ്കരിക്കണോ ഉസ്താദെ? മുബശ്ശിറ ചോദിച്ചു. ഉസ്താദ്, വേണം. ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം നിർബന്ധമാണ്. മലർന്നു കിടന്ന് തല കൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ കഴിയാത്തവർ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. അതിന് കഴിയാത്തവർ നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളും മനസ്സിൽ കൊണ്ടുവരണം. ഇല ഖൽബ് കൊണ്ട് നിസ്കരിക്കുന്നവർ വുളൂ ചെയ്യണോ ഉസ്താദ്? വേണം. വുളൂഉം തയമ്മുമും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിസ്കരിക്കണം. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവരും കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ, സഫ്വാൻ ചോദിച്ചു. നിൽക്കാൻ കഴിവുള്ളവർ ഫർള് നിസ്കാരം ഇരുന്ന് നിർവഹിക്കാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാവുകയുമില്ല. ബെല്ലടിക്കാൻ സമയമായി, ഉസ്താദ് പറഞ്ഞു. നമുക്ക് സ്വലാത്ത് ചൊല്ലാം. കുട്ടികൾ സ്വലാത്ത് ചൊല്ലി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. അദ്ദർസു താസിഅ യുരീദു ബിക്കുമുൽ യുസ്റ. നൊയ്ദു അസ്ഇലത്തൻ വാജിബത്തൻ. ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കുക. ഈ പാഠത്തിൽ നിന്ന് 6 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. 1. ഇരുന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെ റുക്കൂഅ് ചെയ്യും? ഉത്തരം: കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിഞ്ഞ്. 2. എന്തിനാണ് ഇരുന്ന് നിസ്കരിക്കുന്നത്? നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ട്. 3. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ എങ്ങനെ നിസ്കരിക്കണം? ഉത്തരം: ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ എങ്ങനെ നിസ്കരിക്കണം? മലർന്നു കിടന്ന് റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും സന്ദർഭങ്ങളിൽ കഴിയും വിധം തലകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. ഇനി 5ാമത്തെ ചോദ്യം. നിസ്കാരം നിർബന്ധമാണ് ഏത് കാലത്തോളം? ബുദ്ധിയുള്ള കാലത്തോളം. 6. ഫർള് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല ആർക്ക്? നിൽക്കാൻ കഴിവുള്ളവർക്ക്. ഇനി പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അതിൽ നിന്ന് വേറെയും ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇനി നംലഉൽ ഖാനാത്ത്, അവിടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന കള്ളികൾ പൂരിപ്പിക്കുക. നിന്ന് നിസ്കരിക്കണം. അതിന് കഴിയാത്തവർ ഇരുന്ന് നിസ്കരിക്കണം. അതിന് കഴിയാത്തവർ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. അതിന് കഴിയാത്തവർ മലർന്ന് കിടന്ന് നിസ്കരിക്കണം. അതിന് കഴിയാത്തവർ മലർന്ന് കിടന്ന് തലകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.